പഠിക്കുമായിരുന്നു, ഞാൻ മഹാകുഴപ്പനായിരുന്നു. അതുകൊണ്ട് ജേട്ടൻ എൻ്റെ ഒരു ക്ലാസ് മുമ്പിലായത് കൊണ്ട് ജേട്ടനെ പോലെ അനിയനും പഠിക്കൂ എന്നുള്ള തെറ്റിദ്ധാരണയിൽ അധ്യാപകർ എനിക്ക് സീറ്റ് തന്നു. അവിടെ പോയി പഠിക്കുന്ന കാലത്ത് ഉച്ചയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണമില്ലാതെ ഒരു ചോറ്റുപാത്രം ഉണ്ടാവും, ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ തുറന്നാൽ ശൂന്യമാണ്. ആ ചോറ്റുപാത്രം പലപ്പോഴും തുറന്നിട്ട് ഞാൻ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ തിരുവസ്ത്രമണിഞ്ഞ കന്യാസ്ത്രീകൾ അവർ കൊണ്ടുവന്ന നല്ല വെള്ളച്ചോറും കട്ടിത്തൈരുമടങ്ങുന്ന ഭക്ഷണം എനിക്ക് ആഹരിക്കാൻ തന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒരു ദിവസം രാവിലെ 9 മണിക്ക് ഞാൻ സ്കൂളിലേക്ക് പോകും. രാവിലെ പശുവിനെ കെട്ടണം, പശുവിനെ കറക്കണം, പശുവിനെ കൊണ്ടുപോയിടണം. ഒരു പീരീഡ് കഴിഞ്ഞ് സ്കൂളിൽ എത്തും. 4 കിലോമീറ്റർ പിന്നെ നടക്കണം. ആ നടക്കുന്ന സമയത്ത് ഞങ്ങൾ എൻ്റെ കൂടെ ജോസാണ് എൻ്റെ അടുത്ത കൂട്ടുകാരൻ. ഞാൻ മിനിങ്ങാന്ന് അവനെ കണ്ടിട്ടാണ് വന്നത് നാട്ടിൽ പോകുമ്പോൾ. ഇപ്പോഴും ഞാൻ എല്ലാ മാസം അമ്മയെ കാണാൻ നാട്ടിൽ പോകും. ജോസും ഇപ്പുറത്തൊരു വിഷ്ണുണ്ട്. ഞങ്ങൾ രണ്ടുപേരും 4 കിലോമീറ്റർ നടന്നു പോകും. അങ്ങനെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ സങ്കടങ്ങൾ പറയും. ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾ ഈ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട് തിരിച്ചു വരുമ്പോൾ യൂട്യൂബിൽ കുറെ പ്രസംഗവും കേൾപ്പിച്ച് പരസ്പരം മനുഷ്യനെയും സമൂഹത്തെയും അറിയാത്ത കീഴിൽ ബ്രോയിലർ കോഴിയെ പോലെ കൂട്ടിലടിച്ച് നമ്മുടെ ഈ മക്കളെ വളർത്തിയാൽ ഇവർ പരസ്പരം അകന്നേ പോകും. എനിക്കിന്നും ഒരാളൊരു വിദ്വേഷ പ്രസംഗം നടത്തിയാൽ എൻ്റെ ഹൃദയത്തിൽ ദേശില്ല. കാരണം ജോസിനെ എനിക്കറിയാം, വിഷ്ണുവിനെ എനിക്കറിയാം. 15 വർഷം ഞങ്ങൾ ഒന്നിച്ച് നടന്നവരാണ്, ഒന്നിച്ച് കളിച്ചവരാണ്. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ മാസം പോകുമ്പോൾ ജോസ് എന്നെ കാണാൻ വന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെ അവിടുത്തെ തട്ടുകടയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇപ്പോഴും ഞാൻ ആ സ്നേഹബന്ധത്തെ നിലനിർത്തുന്നുണ്ട്. ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയിൽ പരസ്പരം അറിയാൻ കഴിയണം. നമ്മുടെ മക്കൾ നമ്മൾ ആരോടും മിണ്ടില്ല. സ്കൂളിൽ പോയി അവനോട് മിണ്ടരുത്, ഇവനോട് മിണ്ടരുത്, അവനെ കണ്ടാ മിണ്ടരുത്. ബസ്സിൽ നിറങ്ങുക, തിരിച്ചു കയറുക, വന്നാൽ യൂട്യൂബ് കേൾക്കുക. അങ്ങനെ പറയുന്നതൊക്കെ പരമസത്യമാണെന്ന് കരുതി അറിയാതെ അകന്നു പോയവരാണ് ഞങ്ങൾ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ, ഞാൻ അവസാനിപ്പിക്കുന്നു, ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ വസ്ത്രം കീറിയതാണ്. ഒറ്റ യൂണിഫോം ഉള്ളു, കീറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ പറയാ. ആ യൂണിഫോം കീറിയപ്പോ അന്നത്തെ എൻ്റെ പ്രധാന അധ്യാപിക ഒരു സിസ്റ്ററൻ, ഈ നാടകം നടത്തുന്നവർ ഈ സിസ്റ്ററെ പറഞ്ഞു കൊടുക്കണം. അവരെന്നോട് പറഞ്ഞു, കബീർ ഗെറ്റ് ഔട്ട്, സ്കൂളിൽ നിന്ന് വെളിയിറങ്ങാൻ പറഞ്ഞു. എന്നെ ക്ലാസ്സിൽ നിന്ന് നിർദ്ദാക്ഷിണ്യം ഇറക്കി വിട്ടു. ഒരു യൂണിഫോം കീറിപ്പോയതിന്റെ പേരിൽ സമ്പന്ന വർഗത്തിന്റെ ക്രിസ്ത്യാനികളായ കുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് ആ കന്യാസ്ത്രീയായ ടീച്ചർ എന്നെ നിർദ്ദാക്ഷിണ്യം ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. യൂട്യൂബിൽ നിന്ന് എൻ്റെ ഈ വാക്ക് കട്ടെടുത്ത് പ്രസരിപ്പിക്കുന്ന ഒരാൾക്ക് വിദ്വേഷം പുലർത്താൻ ഇത് മാത്രം മതി. ഞാൻ പറയുന്ന ഈ വാക്ക് ഇന്ന് നടക്കുന്ന സാമൂഹ്യ വിചാരധാരയെ പറയാൻ, കോടീശ്വരന്മാരുടെ ഇടയിൽ 100% ക്രിസ്ത്യാനി കുട്ടികൾ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പാവപ്പെട്ട ഒരു മുസ്ലിം ആയതുകൊണ്ട് എന്നെ കീറിയ വസ്ത്രത്തിന്റെ പേരിൽ കന്യാസ്ത്രീ ഇറക്കി വിട്ടു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് മാത്രം മതി ഒരു 10 ദിവസത്തേക്ക് ഓടാൻ. ഞാൻ പുറകിൽ പോയി ആ എൻ്റെ ക്ലാസിന്റെ ഭിത്തിയിലേക്ക് ഇങ്ങനെ തല ചേർത്ത് വെച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു. എൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുകി. 10ാം ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന പെമ്പിള്ളേരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട ആ സങ്കടം എൻ്റെ കണ്ണുനീരായി പെയ്തിറങ്ങി. എൻ്റെ വെള്ള ഷർട്ട് നനഞ്ഞു. 10 മിനിറ്റ് ഇങ്ങനെ ചാരിയിരുന്ന് ഉപേക്ഷിച്ചു പോയ പിതാവിനോടുള്ള അമർഷവും കട്ടപ്പെട്ട് വളർത്തുന്ന അമ്മയോടുള്ള വാത്സല്യവും തീരുമാനമെടുക്കാൻ കഴിയാതെ ഒരു 15 വയസ്സുകാരെ സ്കൂളിന്റെ മതിലിരുന്ന് കരയുമ്പോൾ 10 വയസ്സ് കഴിഞ്ഞപ്പോൾ ലീഡർ പറഞ്ഞു കയറിയിരിക്കാൻ. ഞാൻ പോയി കയറിയിരുന്നു. പിന്നെ ഞാൻ തല പൊക്കിയിട്ടില്ല. ആ കുട്ടികളുടെ മുഖത്ത് നോക്കാൻ പിന്നെ എനിക്ക് എൻ്റെ അഭിമാനം സമ്മതിച്ചില്ല. 3 ദിവസം കഴിഞ്ഞു. ഇതേ സമയത്ത് വൈകി ഒരു പീരീഡിന്റെ മധ്യഭാഗത്ത് ഞാൻ കയറി വരുമ്പോൾ ഈ ടീച്ചറും കുട്ടികളും ക്ലാപ്പ് ചെയ്തു. എനിക്ക് അമർഷമാണ് തോന്നിയത്. പച്ചയ്ക്ക് പിച്ച് ചീന്തി തിന്നിട്ട് 3ാം ദിവസം വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. വന്നപ്പോൾ സ്കൂൾ ലീഡറും കുട്ടികളെല്ലാവരും കൂടി എൻ്റെ കയ്യിൽ ഒരു പൊതി കൊണ്ടുവന്നൊരു പ്രസന്റേഷൻ. ഞാൻ തുറന്നു നോക്കുമ്പോൾ 2 ജോഡി യൂണിഫോം ആയിരുന്നു. എന്നെ ക്ലാസ്സിന് വെളിയിൽ ഇറക്കി നിർത്തിയിട്ട് എൻ്റെ ജീവിതത്തിന്റെ ദാരിദ്ര്യം എൻ്റെ സഹപാഠികളോട് പറഞ്ഞ് എൻ്റെ ടീച്ചർ അവരുടെ കയ്യിൽ നിന്ന് പൈസ പിരിവിട്ടിട്ട് എനിക്കൊരു യൂണിഫോം ഉണ്ടാക്കി തന്നു. അതിനാണ് ടീച്ചർ എന്നെ വെളിയിൽ ഇറക്കിയത്. ഞാൻ ആദ്യം പറഞ്ഞാണ് നിങ്ങൾ കേട്ടതെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടാവും. ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ അത് മതി. എന്നോട് പറഞ്ഞു, മോനെ ഇനി നീ ഇട്ടുകൊള്ളുക. ആദ്യമായി കീറാത്ത ഒരു പുതുവസ്ത്രത്തിന്റെ മണമുള്ള, ഞാൻ പറയാൻ കാരണം അതിനു മുമ്പും എൻ്റെ യൂണിഫോം എന്ന് പറഞ്ഞാൽ മുമ്പ് പഠിച്ചു പോയ കുട്ടികൾ ഉപയോഗിച്ചിട്ട് കളയുന്ന പഴയതാണ് ഞാൻ യൂണിഫോം ഇട്ട് വരിക. ആദ്യമായി പുതുവസ്ത്രത്തിന്റെ മണമുള്ള ഒരു യൂണിഫോം എൻ്റെ കയ്യിൽ വെച്ച് തന്നത് ഒരു കന്യാസ്ത്രീയാണ്. ആ ടീച്ചറിന്റെ പേരാണ് സിസ്റ്റർ സിബിയ. പിന്നീട് എൻ്റെ ജീവിതത്തിലും എൻ്റെ ജേട്ടന്റെ പഠനത്തിലുമൊക്കെ ഈ മുസ്ലിം കുടുംബത്തോടൊപ്പം അവർ നിന്നു.
പിന്നീട് ഞാൻ അവിടെ നിന്ന് പഠിക്കാൻ പോയി, ഖുർആൻ മനപ്പാടമാക്കി. തിരുവനന്തപുരത്ത് പഠിച്ചു. പിന്നെ ഞാൻ വെല്ലൂർ പോയി. പിന്നെ പ്രഭാഷകനായി. പിന്നീട് ഞാൻ പ്രഭാഷകനായി പോപ്പുലാരിറ്റിയിലായി. ആ കാലത്ത് നിന്ന് അന്ന് ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പഠനം നിർത്തിയിട്ട് ഹോട്ടലിൽ ജോലിക്ക് പോയിട്ടുണ്ട്. ഉടമ ചോദിച്ചു എന്ത് ജോലി വേണം? പ്ലേറ്റ് കഴുകണം, അല്ലെങ്കിൽ മേശ തുടയ്ക്കണം. ഞാൻ പറഞ്ഞു പ്ലേറ്റ് കഴുകിക്കോളാം. എന്താണെന്നറിയോ, ചായക്കടയുടെ പുറകിൽ വലിയ വിറക് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അന്ന് ഈ പ്ലേറ്റുകൾ കൊണ്ടുപോയി അതിൻ്റെ കീഴിൽ കൊണ്ടുപോയിടും. കുട്ടികൾ മുമ്പിൽ കൂടെയാണ് പോവുക സ്കൂളിൽ. അതിൽ പതുങ്ങിയിരുന്ന് ആരും കാണാതെ കഴുകുകയും ചെയ്യാം. അന്ന് ഈ ഇറച്ചി തിന്നിട്ട് ആളുകൾ ചില 2-3 കഷണം വേവാത്ത കഷണങ്ങൾ കടിച്ചിട്ട് അതിൻ്റെ ബാക്കി ഇട്ടിരിക്കും. ഇറച്ചി തിന്നാനുള്ള കൊതി കൊണ്ട് ആരും അറിയാതെ വിറക് കൂനയുടെ പുറകിലിരുന്ന് ഞാനത് ആർത്തിയോടെ തിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെ UAE പ്രസിഡന്റിന്റെ സെബീൽ പാലസിലെ അത്താഴ വിരുന്നിൽ വരെ ദൈവം എത്തിച്ചു, പടച്ചതമ്പുരാൻ എത്തിച്ചു. അങ്ങനെ പോപ്പുലാരിറ്റി ആയി ഇറങ്ങുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഈ സിസ്റ്റർ സിബി അവരവിടെ നിന്ന് മാറിപ്പോയി. എൻ്റെ ടീച്ചറിനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി. കോട്ടയം ജില്ലയിലെ കൂത്താട്ടുകുളത്തിൽ ഒരു മഠത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ സിസ്റ്റർ സിബിയ. ക്രിസ്മസ് കാലത്ത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കൂടി സമ്മാനം വാങ്ങിച്ച എൻ്റെ ടീച്ചറിനെ കാണാൻ വേണ്ടി പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു ബഹുസ്വര സമൂഹത്തിന് അപസ്വരങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞ ഒരു ജീവിതത്തിൽ പരസ്പരം അറിഞ്ഞും കൊടുത്തും വാങ്ങിച്ചും ജീവിച്ച ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഈ പ്രായത്തിലും എന്നെ ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്തത്. എൻ്റെ വായിൽ നിന്ന് വർഗീയതയുടെ ഒരു വാക്ക് വരാത്തത്. മരിക്കുന്നത് വരെ എൻ്റെ മക്കളോട് പോലും ഞാൻ പറയും, എന്തുണ്ടായാലും ഈ രാജ്യത്തിന്റെ നടുവിൽ ഒരു വർഗീയതയുടെ മതഭ്രാന്തിന്റെ വാക്ക് നിങ്ങൾ പറയരുത് എന്നതാണ് നിങ്ങളുടെ പിതാവിന് നിങ്ങളോടുള്ള വസിയത്ത്. അങ്ങനെ ജീവിക്കാനും നന്നായിട്ടറിയാനും പരസ്പരം അടുക്കാനും പാവങ്ങൾക്ക് കൈത്താങ്ങാവാനും നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ വളരെ വൈകി വന്നതിന് ക്ഷമ ചോദിച്ച് എന്നെ അന്വേഷിച്ച് അവിടം വരെ എത്തി എന്നെ ക്ഷണിച്ച നിങ്ങളോട് നന്ദി പറഞ്ഞ്, ഇത് ഇവിടെ നിന്ന് ഈ സ്ഥലത്തിന്റെ പേര് തേവലക്കര. ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ നിന്ന് തേവലക്കരയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇത് മൈനാഗപ്പള്ളി. മൈനാഗപ്പള്ളിയിൽ ഈ പാരീഷ് ഹാളിന്റെ ഫണ്ടില് രാവിലെ തേവലക്കരയ്ക്ക് പോകാൻ വേണ്ടി നമ്മൾ എഴുന്നേറ്റിട്ട് ഇങ്ങനെ കൈനീട്ടി കാത്തിരിക്കും ബസ് വരാൻ. ബസ് ഇങ്ങനെ വരും. നമ്മൾ കൈനീട്ടുമ്പോൾ ഈ ബസ് ഡ്രൈവർ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ കൈനീട്ടിയതിനേക്കാൾ ഒരു 50 മീറ്റർ മുമ്പിൽ കൊണ്ട് ചവിട്ടി നിർത്തും. നമ്മൾ ഈ കയ്യിലിരിക്കുന്ന സഞ്ചി ബാഗുമായിട്ട് അവിടം വരെ ഓടുന്നുണ്ടെങ്കിൽ ഈ സഞ്ചി കാലിൽ തട്ടി വെച്ച് വീഴാൻ പോകും. ആ ഓടി ഒരു വിധത്തിൽ പോയി ഫുട്ബോളിൽ ചവിട്ടുമ്പോൾ നമുക്ക് ആ ഡ്രൈവറിനോട് പകയാണ്. ഞാൻ പറഞ്ഞെടുത്ത് നിർത്താതെ ഇത്രയും കൊണ്ടുവന്ന് എന്നെ ഓടിച്ച ഡ്രൈവറിനോടുള്ള വൈരാഗ്യം. സ്റ്റെപ്പിൽ ചവിട്ടുമ്പോൾ നമ്മൾ ഒരു കാല് ചവിട്ടുമ്പോഴേ കണ്ടക്ടർ ബെല്ലടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ വെച്ച് മുമ്പോട്ട് വീഴാൻ പോകും. ഒരു വിധത്തിൽ ചാടി എഴുന്നേൽക്കുമ്പോൾ കയറുന്നതിന് മുമ്പേ ബെല്ലടിച്ച കണ്ടക്ടറിനോട് രണ്ടാമത് വിരോധം. എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കാൻ സീറ്റില്ല. നോക്കുമ്പോൾ വലിയ ആളുകളൊക്കെ സീറ്റിരിക്കാൻ, നമുക്ക് ഇരിക്കാൻ തരാതെ സീറ്റിരിക്കുന്നവനെ കാണുമ്പോൾ മൂന്നാമത് അവനോട് നമുക്ക് വിദ്വേഷം. എങ്ങനെയെങ്കിലും ഒരു കമ്പിയിൽ ചാരി നിന്നിട്ട് നിൽക്കാന്ന് വിചാരിച്ച് കമ്പിയിലോട്ട് ചാരിയപ്പോൾ കമ്പി പിടിച്ചവൻ്റെ കയ്യിൽ കൊയ്യുണ്ടോ? അവൻ ചോദിച്ച് കണ്ണ് കാണൂലടാ. തിരിഞ്ഞു നോക്കുമ്പോൾ നാലാമത് അവനോട് വിദ്വേഷം. അപ്പോഴാണ് കണ്ടക്ടർ വന്നിട്ട് ചോദിച്ച് എവിടേക്കാണ്? തേവലക്കരക്ക് 10 റുപ്യ ടിക്കറ്റ്. 100 നോട്ടെടുത്ത് കൊടുത്തപ്പോൾ 90 രൂപ ചില്ലറയില്ല അതിൻ്റെ കയ്യിൽ. ചില്ലറയില്ലാതാണ് വലിഞ്ഞു കയറിയത് വെച്ച് കണ്ടക്ടർ നമ്മളെ ശകാരിക്കും. അപ്പം നമ്മളെ പൊതുജന മധ്യത്തിൽ ശകാരിച്ച കണ്ടക്ടറോടായി 5ാമത്തെ വിദ്വേഷം. ഇറങ്ങാൻ നേരത്ത് ബാക്കി തരാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഡ്രൈവർ ഒന്നുകൂടി ചവിട്ടും. നമ്മൾ മുമ്പോട്ട് പോകും. മുമ്പിൽ പോണവൻ്റെ മുതുകി പോയി നമ്മുടെ തല തട്ടും. അവൻ നമ്മളെ രൂക്ഷമായി നോക്കും. 7ാമത് നമ്മളെ രൂക്ഷമായി നോക്കിയ അവനോടായി നമ്മുടെ വിദ്വേഷം. അവസാനം ഇറങ്ങാൻ നേരത്ത് ഡ്രൈവറോട് കണ്ടക്ടറോട് ചോദിക്കുമ്പോൾ പറയും, അങ്ങ് തരൂല, ഇത് ചോദിക്കേണ്ട കാര്യമുണ്ടോ, ഞാനെന്താ കള്ളനാണോ? അപ്പം അവനോട് 8ാമത് വീണ്ടും വിദ്വേഷം. ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇറങ്ങുന്നതിന് മുമ്പേ കണ്ടക്ടർ ബെല്ലടിക്കുമ്പം ഇറങ്ങാൻ നേരത്ത് ഒന്നുകൂടി വീഴാൻ പോകും. 9ാമത് അവനോടും വിദ്വേഷം കൂടി. വണ്ടി പോകുമ്പോൾ താഴേക്ക് ചാടി ഇറങ്ങുമ്പോൾ റോഡിലൂടെ നടന്നു പോകുന്നവൻ്റെ ശരീരത്തുനിന്ന് തട്ടും. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ 10ാമത് അവനോടും ദേഷ്യവും വിദ്വേഷവുമായി. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടെ നിന്ന് 2 കിലോമീറ്റർ സഞ്ചരിക്കുന്ന 10 മിനിറ്റിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ 10 പേരോടുള്ള വിദ്വേഷവും പകയും മനസ്സിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന നമ്മുടെ ഇടയിൽ ഇന്നത്തെ ദിവസം ഈ 30 മിനിറ്റ് പകയും വിദ്വേഷവും ഇല്ലാതെ പരസ്പരം അടുത്തറിഞ്ഞിങ്ങനെ പറയാൻ അവസരം നൽകിയ ഏതൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഈ സൗഹൃദത്തിന്റെ കൂട്ടായ്മ എന്ന് നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൈകി വന്നതിന് ക്ഷമ ചോദിച്ച് വേറൊരു പരിപാടിയിൽ പോകാനുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ ഏതോ ഒരു യാത്രയിൽ കണ്ടുമുട്ടിയ ഈ സ്നേഹസമയം